എവ്രിവൺ വെൽക്കം ബാക്ക്. കുറേ നാളായിട്ട് ഈ കുർത്ത സെറ്റുകളുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ കോളേജ് വെയർ, ഓഫീസ് വെയർ ആയിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നതും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നും കുറച്ച് അടിപൊളി കുർത്ത സെറ്റുകളുടെ ഒരു റിവ്യൂ ഒന്ന് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് വൺ. ഇതൊരു ബ്ലാക്ക് അനാർക്കലി സെറ്റാണ്. ഫുൾ സ്ലീവ് ലെങ്ത് വരുന്നതാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഈ കോട്ടൺ റയോൺ ബ്ലെൻഡ് മെറ്റീരിയലിൽ വെച്ചാൽ അധികം നമുക്ക് അയണിങ് ഒന്നും വേണ്ടി വരില്ല. ഭയങ്കര ചൂടൊന്നും അല്ല, പക്ഷേ കംഫർട്ടബിൾ ആണ്. ലൈനിങ് ഇല്ലെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പ്ലെയിൻ ബ്ലാക്ക് പാൻസും ഒരു സിക്സാക് പ്രിൻ്റൊക്കെ വരുന്ന നല്ലൊരു പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് എൻ്റെ കൂടെ വരുന്നത്. സൈസിങ് ഒക്കെ ആക്ച്വലി കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ യൂഷ്വലി ഇടുന്നത് എക്സൽ ആണ്. ഇതും എനിക്ക് എക്സൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. സ്ലീവ്സ് ഒരല്പം ടുവേർഡ്സ് ദ ബ്രിസ്റ്റ് കുറച്ച് ലൂസായിട്ട് തോന്നി. ഞാൻ ഇതിൽ ജസ്റ്റ് ഒരു പിൻ കുത്തി വെച്ചിട്ടുണ്ട്. ബട്ട് അത് നിർബന്ധമില്ല, എനിക്കങ്ങനെ വെക്കാനാണ് ഇഷ്ടം, അത്രയേ ഉള്ളൂ. നല്ല കംഫർട്ടബിൾ പാൻസാണ്. ദുപ്പട്ടയാണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. ഇതെല്ലാം ഒരു 799 റേഞ്ചിലാണ്. ആ ഒരു പ്രൈസിൽ നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാണ്ട് ഇത്രയും ഒപ്പിക്കാം എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. പൊതുവേ ഈ ഫുൾ കൈയും എല്ലാം കൂടെ ലെങ്ത് ഒക്കെ ഒത്ത് കിട്ടാൻ ഇച്ചിരി പാടാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ആ ഒരു ലെങ്ത്തും ഫിറ്റിങ്ങും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചില കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ബട്ട് ബ്ലാക്ക് ആൻഡ് റെഡ് ഇസ് ഓൾവേസ് ലൈക്ക് ക്ലാസിക് കോമ്പിനേഷൻ, റൈറ്റ്? രണ്ടാമത്തത് ഈ ബ്ലൂ കുർത്ത സെറ്റാണ്. ഇത് കിട്ടിയ പാടെ ഞാൻ ഓഫീസിലിട്ടുകൊണ്ട് പോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ കൊളീഗ്സ് എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് ലിങ്ക് വാങ്ങി. ഓഫീസിലിടാൻ പറ്റിയത്, ഒരു ഇൻ്റർവ്യൂവിന് ഇടാം, സ്മാർട്ട്, അങ്ങനെ കുറേ നല്ല ഫീഡ്ബാക്ക്. ഇടുമ്പോഴും നമുക്ക് വളരെ കോൺഫിഡൻസ് തോന്നുന്ന ഒരു ഡിസൈനാണ്. ഞാൻ ആക്ച്വലി ഇട്ടിരിക്കുന്നത് ഒരു തരം ടീൽ ബ്ലൂ കളറാണ് കേട്ടോ. അത് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന ഡാർക്ക് ബ്ലൂ ആയിട്ടാണ്. ഡാർക്ക് ബ്ലൂവും അവൈലബിൾ ആണ്. ഫിറ്റൊക്കെ പെർഫെക്റ്റ് ആണ്. അനാർക്കലി പോലെയാണ്, പക്ഷെ അങ്ങനെ വൈറ്റ് കട്ടല്ല, പലാസോ പാൻസ് ആണ്. ഈ ഒരു ഡിസൈൻ ഒരു 799 ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഈസി. സ്റ്റിച്ച്ഡ് ആണ്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റി. ഇന്ന് വാഷ് ചെയ്തു, കളർ ബ്ലീഡ് ആവുന്നില്ല. ഓവറോൾ ടോട്ടലി വാല്യൂ ഫോർ മണി. ദുപ്പട്ടയ്ക്കാണെങ്കിൽ ആവശ്യത്തിന് ലെങ്ത്തും ഒക്കെ ഉണ്ട്. വേറെ കളേഴ്സിലൊക്കെ ആണെങ്കിൽ വാങ്ങി വെക്കാം. ഇത് ശരിക്കും ഈ മോഡൽ സിൽക്കിലെ ചില സാരിയിലൊക്കെ വരുന്ന പോലത്തെ ഡിസൈനാണ്. ഭയങ്കര ക്ലാസ്സിയാണ്, ഭയങ്കര ടൈംലെസ് ഒരു ഡിസൈനാണ്. പിന്നെ എക്സാക്ട്ലി കണ്ടതെന്തോ അത് തന്നെയാണ് കിട്ടിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഈ ബ്ലൂ കുർത്ത സെറ്റാണ്. ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ്. ഇതിനകത്ത് ടോപ്പ് നേരത്തെ നമ്മൾ കണ്ട ബ്ലാക്ക് ഇല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു വകഭേദം എന്ന് പറയാം. ഒരു പ്ലെയിൻ ബ്ലൂ പാൻറ്റാണ്. പിന്നെ ദുപ്പട്ട ഭയങ്കര വൃത്തിയാണ് കാണാനായിട്ട്. നല്ല ഫ്ലോറൽ പ്രിൻറ്റും ആ ബ്ലൂ പിങ്ക് കോമ്പിനേഷനൊക്കെ നല്ല രസമാണ്. ഇത് കുറച്ചും കൂടി ഒരു ഇൻഫോർമൽ ലുക്കാണ്, കാരണം ഫുൾ ഫ്ലോറലാണ്. ആ യെല്ലോ കളറൊക്കെ ആക്ച്വലി നന്നായി എടുത്തറിയും ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ. ഈ യെല്ലോ പിങ്ക് ഒരു വൃത്തികേട് എന്നുള്ള നിലയിലല്ല, പക്ഷേ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആണ്. ഫിറ്റിങ്ങും നല്ലതാണ്. ലെങ്ത്ത് കൈയുടെ നീളമൊക്കെ ആണെങ്കിൽ കുറച്ച് ഫുൾ കൈ പോലെയൊക്കെ. ഈ ഫുൾ കൈ അനാർക്കലി ഔട്ട്ഫിറ്റ്സ് നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. ദുപ്പട്ടയാണെങ്കിലൊക്കെ തന്നെയും കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിന് വേറെ കളേഴ്സ് അസച്ച് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്റ്റൈലിൽ എനിക്ക് തോന്നുന്നു ദുപ്പട്ട നെക്കിന് ചുറ്റിയിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഒരു ലോങ് കമ്മലും കൂടി ഇട്ടാൽ സ്റ്റൈലിങ് കറക്റ്റ് ആവും. വേറെ അങ്ങനെ ഒരു മാലയുടെ ഒന്നും ആവശ്യം വരില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് യെല്ലോ കുർത്ത സെറ്റാണ്. ക്ലോസപ്പിൽ കാണാൻ പറ്റും ആ ഫ്ലവേഴ്സിലൊക്കെ ഒരു പിങ്കിഷ് ഡിസൈനും കൂടെ ഉണ്ട്. ഇതും ഫുൾ സ്ലീവാണ്, അനാർക്കലിയാണ്. പാൻറ്റ് പ്ലെയിൻ പാഡാണ്. ദുപ്പട്ടയിലും ആക്ച്വലി ഭയങ്കര പ്രിൻ്റ് ഒന്നുമില്ല. ബ്രൗൺ ദുപ്പട്ട തന്നെ, ജസ്റ്റ് ഒരു ഗോൾഡൻ ഒരു ബോർഡർ, അത്രയേ ഉള്ളൂ. വേറെ വലിയ ഡിസൈനൊന്നുമില്ല. സോ നല്ലൊരു വൈബ്രൻറ്റ് യെല്ലോ കളറാണ്. ഒരു മസ്റ്റേർഡ് യെല്ലോ, ഒരു ഭയങ്കര ഓൺ യുവർ ഫേസ് യെല്ലോ അല്ല, ഒരു മസ്റ്റേർഡ് യെല്ലോ കളറാണ്. ഗ്രേ ആൻഡ് യെല്ലോ പിന്നെ എപ്പോഴും ഒരു ക്ലാസിക് കോമ്പിനേഷനുമാണ്. ഫിറ്റ് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിൽ ചെറിയൊരു ലൂസ് ഉണ്ട്, അത് ഞാൻ ഇതിലൊന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. ബട്ട് അതർവൈസ് ഇറ്റ്സ് ഓക്കെ. സ്ലീവ്സ് ഒക്കെ നമുക്ക് സ്ലീവും അറ്റം വരുമ്പോൾ ഇച്ചിരി ലൂസാണ്. ഞാനിപ്പോൾ പിൻ കുത്തിയിരിക്കുകയാണ്. മേ ബി ഞാൻ ജസ്റ്റ് ടിപ്പ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമായിരിക്കും. പക്ഷേ നല്ലൊരു വൈബ്രൻറ്റ് യെല്ലോ കളറാണ് കേട്ടോ. ഇതെല്ലാം ഏതാണ്ട് ഒരേ മെറ്റീരിയലുമാണ്, ഒരു കോട്ടൺ ബ്ലെൻഡ് പോലത്തെ മെറ്റീരിയൽ. നമുക്ക് അയണിങ് അത്ര നീഡ് വരില്ല, അങ്ങനെ ചുളുങ്ങില്ല, നനച്ചാലും കളറൊന്നും ബ്ലീഡ് ചെയ്യാത്ത നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനാർക്കലിയിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ ടു ഗോ ഫോർ. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു പിങ്ക് അല്ലല്ലോ, എന്താണിത്, മജന്ത, അങ്ങനത്തെ ഒരു കളറാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഐ തിങ്ക് ഫ്യൂ മന്ത്സ് ഒക്കെ ഞാൻ വാങ്ങിയിരുന്നു. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കുറച്ച് ന്യൂ കളേഴ്സ് വന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ ആക്ച്വലി ആ വൈറ്റ് ഡിസൈൻ കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് എടുത്ത് കാണും. ബട്ട് ആക്ച്വൽ ക്ലോത്തിൽ അങ്ങനെ എടുത്ത് കാണില്ല, ഒരു സെൽഫ് ഡിസൈൻ പോലെ തോന്നുള്ളൂ. നെക്കിലും കൈയുടെ അവിടെയും ആയിട്ട് ഒരു മിറർ വർക്ക് പോലെ വരുന്നുണ്ട്. ഒരു ലെങ്തി ദുപ്പട്ടയാണ് ആൻഡ് ഒരു പാൻറ്റിലും പ്രിൻ്റ് ഉണ്ട്. ആ വൈറ്റ് ഡിസൈൻ അത്ര വൈബ്രൻ്റ് ആയിട്ട് എടുത്തറിയില്ല എന്ന് പലരും കമൻറ്റ് സെക്ഷനിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, വിച്ച് ഇസ് വെരി ട്രൂ. ബട്ട് ദെൻ അതൊരു നെഗറ്റീവായിട്ട് കരുതേണ്ട കാര്യമില്ല. ഡ്രസ്സ് ആസസ് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഒരു വട്ടമൊക്കെ ഒന്ന് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം മെഷീനിൽ ഇടുക. ചെറിയൊരു കളർ ബ്ലീഡിങ് ചിലപ്പോൾ ഇങ്ങനത്തെ കളേഴ്സിന് കാണും. ബട്ട് ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതർവൈസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ്. ലാസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ഈ യെല്ലോ കുർത്ത സെറ്റാണ്. ഞാൻ ആക്ച്വലി രണ്ടല്ലോ വാങ്ങിയെന്ന് പറഞ്ഞാൽ റിയലൈസ് ചെയ്തില്ല കേട്ടോ. പിന്നെ രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇതിൽ പാൻറ്റിലാണെങ്കിലും ഇങ്ങനെ
വെർട്ടിക്കൽ ഡിസൈൻ വരുന്നുണ്ട്. ദുപ്പട്ടയാണെങ്കിലും അതുപോലെ തന്നെ ഫുള്ളി പ്രിൻറ്റഡ്. ഇതിലേക്ക് ഒരു സെറ്റാണ്, കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ലൊരു കോമ്പിനേഷനാണ്. ആൻഡ് ടോപ്പിലാണെങ്കിൽ ഒരു ബ്ലൂ ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഈ കളർ കോമ്പിനേഷൻ ഞാൻ ഈ മൊഡാൽ സാരീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതും അനാർക്കലി പോലെ തന്നെയാണ്, പക്ഷേ ഇതുവരെ നമ്മൾ കണ്ട അനാർക്കലിയിൽ കൈ ഫുൾ സ്ലീവാണ്. ഇത് അങ്ങനെയല്ല, 3/4 സ്ലീവിലാണ് വരുന്നത്. നല്ല ഫിറ്റിംഗ് ആണ്. ക്ലോസിയ പൊതുവേ ട്രൂ ടു സൈസാണ്. ഞാൻ എക്സൽ ആണ് ഇടുന്നത്. ക്ലോസിയുടെ എക്സൽ എനിക്ക് എപ്പോഴും ഫിറ്റിംഗ് വളരെ കറക്റ്റാണ്. ഇതും അങ്ങനെ തന്നെ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. ഒരു ഫ്രീ ഫ്ലോയിങ് ആണ്. ഓഫീസിലൊക്കെ ഇടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ വാഷ് ചെയ്തിട്ടൊന്നും കളർ പോയിട്ടൊന്നുമില്ല. ഓവറോൾ വെരി ഗുഡ് ക്വാളിറ്റി ആൻഡ് വാല്യൂ ഫോർ മണി. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത കുർത്ത സെറ്റ്സ്. ശരിക്കും ഞാൻ ഓർഡർ ചെയ്തത് വേഴ്സസ് എനിക്ക് കിട്ടിയത് എന്തെന്ന് പറഞ്ഞൊരു വീഡിയോ തന്നെയാണ് ചെയ്തത്. ഓർഡർ ചെയ്തപ്പോൾ ഫോട്ടോസിൽ കണ്ടതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നില്ല. എനിക്ക് എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് എല്ലാം ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആണ്. കളർ വൈസ് ആണെങ്കിലും പ്രിൻറ്റ് വൈസ് ആണെങ്കിലും ഓവറോൾ നല്ലൊരു ഡീലാണ്. എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ബൈ.